ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. श्री श्री राधा गोविंद की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. ഹരേ കൃഷ്ണ. ഇസ്കോൺ മാംഗ്ലൂരിൽ നിന്നുള്ള ഭഗവത്ഗീത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് 10ാമത്തെ അധ്യായമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതില് 23 ശ്ലോകങ്ങളല്ലേ നമ്മൾ നോക്കിയത്. ഹരേ കൃഷ്ണ. 24ാമത്തെ ശ്ലോകമാണ്. അപ്പൊ ഭഗവാൻ തന്റെ വിഭൂതികളെ കുറിച്ച് ഇങ്ങനെ ഒരു സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതേതിലൊക്കെ ഭഗവാനെ ദർശിക്കാം, അനുഭവിച്ചറിയാം, ഏതൊക്കെ ഭഗവാനാണ്. സർവവും ഭഗവാനാണ് അല്ലെ ഈ പ്രപഞ്ചത്തില്. എന്നാലും അതില് പ്രധാനപ്പെട്ടത് ഇങ്ങനെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. 24ാമത്തെ ശ്ലോകം. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദ സരസാമസ്മി സാഗര. ഹേ അർജുന, പുരോഹിതന്മാരിൽ പ്രധാനിയായ ബൃഹസ്പതിയും സേനാധിപരിൽ കാർത്തികേയനുമാണ് ഞാൻ. ജലാശയങ്ങളിൽ സമുദ്രവും ഞാൻ തന്നെ. എന്തൊക്കെയാണ് ഭഗവാൻ തന്നെയാണ് എന്ന് പറയണേ. പുരോഹിതന്മാരില് അല്ലെങ്കിൽ ഗുരുവില് ബൃഹസ്പതിയാണ് ഏറ്റവും കേമനായിട്ടുള്ളത്. അതും ഭഗവാനാണ്. സേനാധിപരില് കാർത്തികേയനാണ്. അപ്പൊ താരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് പരമശിവനെ പ്രസാദിപ്പിച്ചപ്പോൾ പാർവതീദേവിയിൽ ജനിച്ച പുത്രനാണ് സുബ്രഹ്മണ്യൻ അല്ലെ, കാർത്തികേയൻ. ഭഗവാനാണ്. ജലാശയങ്ങളിൽ വെച്ച് സമുദ്രം, അതും ഭഗവാൻ കൃഷ്ണനാണ്. ഇന്ദ്രന്റെ പുരോഹിതനാണ് ബൃഹസ്പതി. കൃഷ്ണൻ കുരുക്ഷേത്രത്തില് പോയി അല്ലെ. ആ കുരുക്ഷേത്രത്തില് കൃഷ്ണൻ, ദ്വാരകയില് കൃഷ്ണൻ രാജകുമാരനായിരുന്നു. മറ്റേ വൃന്ദാവനത്തിലോ ഗോപികമാരുടെ ഇടയ ചെറുക്കനായിരുന്നു അല്ലെ. വൃന്ദാവനത്തില് ഗോപാലകൃഷ്ണൻ, ഇവിടെയോ രാജകുമാരനാ ദ്വാരകയിലൊക്കെ. അപ്പോ അതിന്റെ ആ ഒരു സങ്കല്പാണ് ജഗന്നാഥപുരി ക്ഷേത്രത്തിലുള്ളത്. അത് അവിടെ ഭഗവാൻ രാജകുമാരനായതിനാല് രഥം, സേനകള് എല്ലാം ഉണ്ട്. രാധാറാണിയുടെ ഭാവത്തിലോ ചൈതന്യ മഹാപ്രഭു വന്നു അല്ലെ. ഈ രഥം ഈ ഗുണിച്ച ക്ഷേത്രത്തിലേക്ക് വലിക്കാൻ തുടങ്ങി. ആ രഥയാത്രയുടെ സങ്കല്പം നമുക്ക് അതിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ചൈതന്യ മഹാപ്രഭു അവിടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയില് രഥത്തില് ഭഗവാനെയൊക്കെ ഇരുത്തിയിട്ട് ഈ ഗുണിച്ച ക്ഷേത്രത്തിലേക്കാണ് ഇത് രഥം വലിക്കുന്നത്, ജഗന്നാഥ ടെമ്പിളിൽ നിന്ന്. അപ്പൊ ഗുണിച്ച ടെമ്പിള് വൃന്ദാവനം തന്നെയാണ്. അപ്പൊ ജഗന്നാഥ ആണെങ്കിലോ കൃഷ്ണനാണ്, മഹാപ്രഭുവോ രാധാറാണിയാണ്. അപ്പൊ വൃന്ദാവനത്തിലേക്ക് കൃഷ്ണനെ ഗോപികൾ വലിച്ചു കൊണ്ടുവരുന്നു എന്നാണ് ആ ജഗന്നാഥ രഥയാത്രാ സങ്കല്പം എന്നാ പറയാ. കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. 25. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. മഹർഷികളിൽ ഭൃഗുവും സ്പന്ദനങ്ങളിൽ അതായത് വാക്കുകളിൽ അഭൗതികമായ ഓങ്കാരവും യജ്ഞങ്ങളിൽ തിരുനാമജപവും സ്ഥാവരങ്ങളിൽ ഹിമാലയവുമാണ് ഞാൻ. ഇനി എന്തൊക്കെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞു തരാണ്. ഭൃഗു
എന്ന് പറഞ്ഞ സപ്തർഷിമാരിൽ ഒരാളാണ്, സപ്ത ഋഷികള് അതിലൊരാളാണ് ഭൃഗു, കേമന. അപ്പൊ എങ്ങനെയാ കേമത്തരം കാണിക്കണേ? ബ്രഹ്മാവിന്റെ മാനസ പുത്രരാണ് ഇവര്. അപ്പോ ത്രിമൂർത്തികളില് ആർക്കാണ് സത്വഗുണം കൂടുതൽ എന്നുള്ളൊരു ഒരു ഒരു ചെറിയൊരു സംശയം വന്നു. അത് ഞാൻ കണ്ടെത്തി തരാം എന്ന് ഭൃഗു മഹർഷി പറയാണ്. എന്നിട്ട് ആദ്യം പോയത് കൈലാസത്തിലേക്കാ. അവിടെ ശിവൻ പാർവതി ദേവിയായിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കണ വേളയിലാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ഭൃഗു മഹർഷിയെ വലുതായിട്ട് മാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭൃഗു മഹർഷി പറഞ്ഞു, ഇദ്ദേഹത്തിന് തമോ ഗുണാണ്, തീരെ ഇല്ല സത്വഗുണം എന്ന് പറഞ്ഞ് അവിടുന്ന് ബ്രഹ്മാവിന്റെ അടുക്കലേക്ക് പോയി. അപ്പോഴ് ബ്രഹ്മാവ് ബ്രഹ്മലോകത്ത് എത്തിയപ്പോഴോ അവിടെയും സരസ്വതി ദേവിയുമായിട്ട് തമാശയും കളിയും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ പറഞ്ഞു, ഇവിടെയും സത്വഗുണം ഒട്ടുമേ ഇല്ല എന്ന് പറയാം. പിന്നെ വൈകുണ്ഠത്തിലേക്ക് പോയി. അവിടെ വിഷ്ണു അവിടെ അനന്തശയനത്തില് കിടക്കുകയാണ്. ലക്ഷ്മി ദേവി ഇങ്ങനെ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം ഉറങ്ങുകയാണ്. പക്ഷെ ഇദ്ദേഹം വിചാരിച്ചു ഇദ്ദേഹം മരണം കണ്ടിട്ടും മാനിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് വക്ഷസിൽ ചവിട്ടുകയാണ് പാദങ്ങള്. ചേച്ചിയാ എന്താ ഇപ്പൊ ചവിട്ടാണ് ചെയ്തത്, വക്ഷസില് ചവിട്ടാണ്. എല്ലാവരും ദയവ് ചെയ്തിട്ട് മ്യൂട്ട് ചെയ്യണം, ഇല്ല വെച്ച ക്ലാസ് എടുക്കാന് അസൗകര്യം നേരിടാണ്. അപ്പോ ഇങ്ങനെ വൈകുണ്ഠത്തിലേക്ക് ഇന്ന് അഡ്മിൻ ആരാണ് ഇവിടെ? ഞാനുണ്ട്. ഹരേ കൃഷ്ണ മാതാജി. ഞാനുണ്ട്. ഹാൻഡ് റൈസ് ചെയ്യൂ. ഹരേ കൃഷ്ണ. അപ്പോ വിഷ്ണുവിന്റെ വക്ഷസില് ഭൃഗു മഹർഷി ചവിട്ടാണ്. അങ്ങനെ ചവിട്ട് കണ്ടപ്പോഴ് വിഷ്ണു അവിടുന്ന് ഉറക്കം എണീറ്റപ്പോഴ് വിഷ്ണു പറഞ്ഞു, ഓ അങ്ങയുടെ പാദം വേദനിച്ചോ എന്ന് ചോദിക്കുകയാണ്. പാദത്തിന് വേദന ഉണ്ടായോ? എന്റെ വക്ഷസ് ഇത്രയും ഹാർഡായിട്ടുള്ള ഇവിടെ ചവിട്ടിയിട്ട് വേദന എടുത്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത്രയും ക്ഷമാപൂർവം അദ്ദേഹം അത് ചോദിച്ചപ്പോഴ് ഭൃഗു മഹർഷിക്ക് ഉറപ്പായി വിഷ്ണുവിന് തന്നെയാണ് സത്വഗുണത്തില് ത്രിമൂർത്തികളിൽ വെച്ച് സത്വഗുണം മുന്നിട്ട് നിൽക്കുന്നത് വിഷ്ണുവിന് തന്നെയാണെന്ന് മനസ്സിലായി. അതവിടെ ആ സംശയം അവിടെ നിന്നു. പക്ഷേ ലക്ഷ്മി ദേവി ഇത് കണ്ടിട്ട് എന്റെ ഇരിപ്പിടം, എന്റെ വാസസ്ഥാനമായിട്ടുള്ള ആ വക്ഷസില് ആ ഒരു മഹർഷി, കേവലം ഒരു മഹർഷി പാദം കൊണ്ട് പ്രക്ഷാളനം ചെയ്തിട്ട് അങ്ങ് തിരിച്ചൊന്നും പ്രവർത്തിച്ചില്ല. പകരം ആ മഹർഷിയുടെ കാല് തടവി കൊടുക്കുകയാണ് അങ്ങ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പിണങ്ങാൻ പിന്നെ സ്ത്രീകൾക്ക് അധിക സമയം വേണ്ട. അങ്ങനെ ലക്ഷ്മി ദേവി പിണങ്ങിയിട്ട് പോന്നുന്നാ. അങ്ങനെ ഭൂലോകത്തിലെ സോലാപൂര് അവിടെ വന്നിട്ട് ആണ് ഇരുന്നത് എന്നാണ്. ഇപ്പോഴും സോലാപൂര് മഹാലക്ഷ്മി മന്ദിർ ഭയങ്കര ഫേമസ് ആണ് അല്ലേ, ഭയങ്കര ശക്തിയുള്ളതാ. അങ്ങനെ വിഷ്ണുവിന് പിന്നെ പ്രയാസായി, ലക്ഷ്മി ഇല്ലാതെ പിന്നെ എന്താ അല്ലേ വിഷ്ണു, ഐശ്വര്യ ദേവത ഇല്ലാതെ നാരായണന് പിന്നെ എന്താ കാര്യം. അങ്ങനെ ഭഗവാനും പിന്നെ ഭൂലോകത്ത് വന്ന് തപസ്യ ചെയ്തു, ഒരു വനത്തില് തപസ്യ ചെയ്ത് പിന്നീടാണ് തിരുപ്പതി ക്ഷേത്രത്തില് അങ്ങനെ വന്നത് എന്നൊരു കഥയാണ് അതവിടെ. അപ്പൊ ഭൃഗു മഹർഷിയുടെ പേര് പറഞ്ഞപ്പോ ആ ഒരു കഥ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മഹർഷികളിൽ വെച്ച് ഭൃഗു മഹർഷിയെ ഞാനാണ് എന്ന് ഭഗവാൻ പറയാണ്. പിന്നെയോ സ്പന്ദനങ്ങളിലെ, അതായത് വാക്കുകളിലെ ഓങ്കാരം അത് ഞാൻ തന്നെയാണ്. യജ്ഞങ്ങളിൽ തിരുനാമജപം ഞാനാണ്. സ്ഥാവരങ്ങളിൽ ഹിമാലയം ഞാനാണ് എന്നാണ്. അപ്പോ ഏറ്റവും വലിയ പർവ്വതാണ് അല്ലെ, ഏറ്റവും നല്ലത്, മേന്മയുള്ളത്, വലുത്, അങ്ങനെയുള്ളതൊക്കെ അല്ലെ, ശ്രേഷ്ഠതമമായതൊക്കെയും തന്നെ ഭഗവാന്റെ ശക്തിയാണ്, അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാണ്. 25. ബ്രഹ്മാവിന്റെ പുത്രന്മാരിൽ പ്രഭാവശാലിയായ ഋഷിയാണ് ഭൃഗു. യജ്ഞങ്ങളിൽ ഹരേ കൃഷ്ണ മന്ത്രം മേരുപർവ്വതത്തെക്കാൾ വലുതാണ് ഹിമാലയം, അതിന് ചലനമില്ല. അപ്പൊ യജ്ഞങ്ങളിലെ ഹരേ കൃഷ്ണ മന്ത്രമാണ് അല്ലെ ഏറ്റവും നാമജപമാണ് ഈ കലിയുഗത്തിലെ പറഞ്ഞിട്ടുള്ള ധർമ്മം.
അതാണ് നമ്മളെ ശ്രേയസ്സിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ഹരേ കൃഷ്ണ മന്ത്രത്തില് ഓം ഇല്ലല്ലോ അല്ലേ? അങ്ങനെ ഒരു സംശയം വന്നേക്കാം. കൃഷ്ണനുള്ളടത്ത് പിന്നെ ഓമിന്റെ ആവശ്യമില്ല അല്ലേ? ഓംകാരത്തിന്റെ ആവശ്യം പിന്നെ അവിടെ ഇല്ല. അതുകൊണ്ടാണ്. 26-ാമത്തെ ശ്ലോകം. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദ ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി. വൃക്ഷങ്ങളിൽ അശ്വത്ഥവും ദേവർഷിമാരിൽ നാരദനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും യോഗസിദ്ധി നേടിയവരിൽ കപിലമുനിയും ഞാനാണ്. അപ്പൊ ആരൊക്കെയാണ് ഭഗവാൻ ആയിട്ടുള്ളത്? വൃക്ഷങ്ങളിലെ ആൽമരം അല്ലേ? പവിത്രമായിട്ടുള്ള ഒരു വൃക്ഷാണ് അല്ലേ? എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പൊ വൃക്ഷങ്ങളിൽ അശ്വത്ഥം ഭഗവാനാണ്. ദേവഋഷിമാരില് നാരദൻ ഭഗവാനാണ്. ഗന്ധർവന്മാരിൽ വെച്ച് കശ്യപപുത്രനായിട്ടുള്ള ചിത്രരഥൻ ഭഗവാനാണ്, ഭഗവാൻ തന്നെയാണ്. അതുപോലെ യോഗസിദ്ധി നേടിയവരില് കപിലമുനി, സാഖ്യയോഗത്തിന്റെ ഉപജ്ഞാതാവ് അല്ലേ? കപിലമുനി ഭഗവാൻ തന്നെയാണ്. അരയാൽ വൃക്ഷത്തിന് ചുവട്ടില് തപസ്സിരുന്ന പലരും സത്യസാക്ഷാത്കാരം നേടിയിട്ടുണ്ട്. അത്രയും പുണ്യമായിട്ടുള്ള വൃക്ഷാണ് അല്ലേ അശ്വത്ഥം? ഭഗവാൻ തന്നെയാണ് അതെന്നാ പറയണേ. പൂർണ്ണത നേടിയ ജീവാത്മാക്കളിൽ ദേവഹൂതി പുത്രനായ കപിലനാണ് ഭഗവാന്റെ പ്രതിനിധി. പ്രതിനിധി അല്ലെങ്കിൽ ഭഗവാൻ തന്നെ എന്ന് പറയാം. 27. ഉച്ചൈശ്രവസമശ്വാനാം വിദ്ധി മാമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. അശ്വങ്ങളിൽ ഞാൻ ഉച്ചൈശ്രവസ്, അമൃതം നേടാനായി കലക്കപ്പെട്ട സമുദ്രത്തിൽ പിറന്ന കുതിര ആണ്. ആനകളിൽ ഇന്ദ്രവാഹനമായ ഐരാവതവും മനുഷ്യരിൽ രാജാവുമാണ് ഞാൻ. അപ്പോ ദേവന്മാരുടെ ജരാനരകൾ മാറ്റാനായിട്ട് പാലാഴി കടഞ്ഞിട്ട് അമൃതം എടുക്കുന്ന സമയം അവിടുന്നാണ് ഉച്ചൈശ്രവസ് എന്നുള്ള കുതിര, ഐരാവതം എന്നുള്ള ആന ഒക്കെ പൊന്തി വരുന്നത് നമുക്കറിയാം. അപ്പോ അതൊക്കെയും ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ. അവിടെ തന്നെ ആ പാലാഴി മഥനം എന്നുള്ള ലീല നടക്കുമ്പോൾ തന്നെ ഭഗവാൻ അവിടെ അനേകം അവതാരങ്ങള് ഉണ്ടായിട്ടുണ്ട് എന്ന ഭാഗവതം പറയുന്നത്. രാജാവ് കൃഷ്ണന്റെ പ്രതിനിധി അത്രേ. ഉദാഹരണം പരീക്ഷിത്ത്, യുധിഷ്ഠിരൻ, ശ്രീരാമൻ. രാജാവ് എന്ന് പറഞ്ഞാല് നരാണാംച നരാധിപം എന്നിവിടെ പറയുന്നുണ്ട് അല്ലെ? മനുഷ്യരിൽ രാജാവ് അത് ഞാനാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പരീക്ഷിത്ത് മഹാരാജാവ്, യുധിഷ്ഠിരൻ, ശ്രീരാമചന്ദ്രപ്രഭു എല്ലാം ഭഗവാൻ തന്നെയാണ്. 28-ാമത്തെ ശ്ലോകം. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധുക് പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി. ആയുധങ്ങളിൽ വെച്ച് വജ്രം എന്ന് വെച്ചാൽ ഇടിമിന്നലാണത്രേ. പശുക്കളിൽ സുരഭിയും ജനനഹേതുക്കളിൽ കാമദേവനും സർപ്പങ്ങളിൽ വാസുകിയും ഞാൻ തന്നെ. ഏതൊക്കെയാ? വജ്രം എന്ന് വെച്ചാൽ വജ്രായുധം, ഇന്ദ്രന്റെ കയ്യിലത്തെ വജ്രായുധം. ആ വജ്രായുധത്തിനൊരു കഥയുണ്ട്. വൃത്രാസുരനെ വധിക്കാനാണ് വജ്രായുധം. അത് എന്തുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കണേ? ദധീജി മഹർഷിയുടെ നട്ടെല്ലുകൊണ്ടാ ഈ വജ്രായുധം ഉണ്ടാക്കിയത്. അപ്പൊ ഭാഗവതത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കഥയുണ്ട്. ജനനഹേതുക്കളില് കാമദേവൻ ഭഗവാനാണ്. സർപ്പങ്ങളിൽ വാസുകിയും ഭഗവാൻ തന്നെയാണ്. 29-ാമത്തെ ശ്ലോകം. അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതൃണാമര്യമാചാസ്മി യമസംയമതാമഹം. അനേക ഭണങ്ങളോടുകൂടിയ നാഗങ്ങളിൽ അനന്തനാണ് ഞാൻ. ജലജീവികളിൽ വരുണൻ, പിതൃക്കളിൽ അര്യമ, ശിഷ്ടകരിൽ മൃത്യുദേവതയായ യമനും. അപ്പൊ ആരൊക്കെയാ ഭഗവാനായിട്ടുള്ളത്? അനേക ഭണങ്ങളോടുകൂടിയ നാഗങ്ങളിൽ അനന്തൻ അല്ലെ? 1000 ഭണങ്ങളുണ്ടെന്നാ പറയാ. അനന്തശയനനാണ് അല്ലെ ഭഗവാൻ. ഇപ്പൊ ജലജീവികളിൽ വെച്ച് വരുണൻ അത് ഭഗവാനാണ്. പിതൃക്കളിൽ അര്യമ ഭഗവാനാണ്. ശിക്ഷകരിലോ മൃത്യുദേവതയായിട്ടുള്ള യമനും ഭഗവാൻ തന്നെയാണ്. 30-ാമത്തെ ശ്ലോകം. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണ. ദൈത്യന്മാരിൽ ഞാൻ ഭക്തപ്രഹ്ലാദനാണ്.
കീഴ്പ്പെടുത്തുന്നവയിൽ കാലം, വന്യമൃഗങ്ങളിൽ സിംഹം, പക്ഷികളിൽ ഗരുഡനും. അപ്പൊ ദൈത്യന്മാര് ദിതിയുടെ പുത്രന്മാരാണ് അല്ലെ അസുരന്മാരായിട്ടുള്ളത്. അതില് ആ അസുരവംശത്തിലെ ഭക്തപ്രഹ്ലാദൻ ഞാനാണ്. കീഴ്പ്പെടുത്തുന്നവരിൽ കാലം, അതും ഭഗവാനാണ്. വന്യമൃഗങ്ങളിലെ സിംഹം, ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ളത് അല്ലെ ആ സിംഹം, സ്ട്രോങ് ആയിട്ടുള്ളത്, അത് ഭഗവാനാണ്. പക്ഷികളില് ഗരുഡനും ഭഗവാനാണ് എന്നാണ്. ദിതിയും അദിതിയും സഹോദരിമാരാണ്. കശ്യപ മഹർഷിയുടെ ഭാര്യമാരാണ് രണ്ടുപേര്. ദിതി ദൈത്യരുടെ അമ്മയാണ്. ദിതിയുടെ മക്കളാണ് ദൈത്യര്. അദിതിയുടെ മക്കളാണ് ആദിത്യര്. ദിതിയുടെ മക്കള് ഈ എന്താ പറയാ അസുരരായിട്ട് മാറി അല്ലെ. അദിതിയുടെ മക്കളാണ് ദേവന്മാര്. 31 പവന പവതാമസ്മി രാമശസ്ത്രഭൃതാമഹം ഝഷാണാം മകരശ്ചാസ്മി സ്രോതസാമസ്മി ജാഹ്നവി. ശുദ്ധീകരിക്കുന്നവരിൽ ഞാൻ കാറ്റാണ്. ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരിൽ ഞാൻ രാമനാണ്. മത്സ്യങ്ങളിൽ ഞാൻ സ്രാവാണ്. ഒഴുകുന്ന നദികളിൽ ഞാൻ ഗംഗയാണ്. ഭഗവാൻ എന്തൊക്കെയാണെന്നാ പറയണേ? സ്രാവ്, ജലജന്തുക്കളിൽ വെച്ചിട്ട് വളരെ വലിപ്പം കൂടിയത് അല്ലേ, മനുഷ്യർക്ക് ആപത്കരം. സ്രാവ് ഇങ്ങനെ മനുഷ്യരെയൊക്കെ വെള്ളത്തിൽ കാണുമ്പോൾ വെട്ടും എന്നാ പറയണേ. 2 തുണ്ടമൊക്കെ ആക്കി മാറ്റും എന്നാ പറയണേ. ഇതും കൃഷ്ണന്റെ പ്രതിനിധി തന്നെയാണ്. ഒഴുകുന്ന നദികളിൽ ഗംഗ, അത് ഭഗവാനാണ്. അതുപോലെ ശുദ്ധീകരിക്കുന്നവയിൽ കാറ്റ് ഭഗവാനാണ്. ഇപ്പൊ വായു സർവത്ര നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെ. പ്രാണവായുവായിട്ട് ഇരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ 5 പ്രാണനികളുണ്ട് അല്ലെ. ഇപ്പൊ സൂര്യവംശ രാജാവ് ഭഗീരഥൻ, ഈ എന്താ പറയാ പൂർവ്വ പിതാമഹന്മാർക്കൊക്കെ മോക്ഷം കിട്ടാനായിട്ട് ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന വേളയില് തടസ്സങ്ങളൊക്കെ ഉണ്ടായി. അപ്പോള് ഈ ജാന്നു മഹർഷി ഉണ്ട്. ഈ ജാന്നു മഹർഷിയുടെ യാഗശാല മുങ്ങും എന്നുള്ള ഘട്ടം വന്നപ്പോഴ് ഈ ജാന്നു മഹർഷി ഉണ്ടല്ലോ, അനേക സിദ്ധികളുള്ള മഹാത്മാവാ. അദ്ദേഹം ഗംഗയെ ഉള്ളം കൈയിലാക്കി കുടിച്ചു എന്നാ പറയണേ. അങ്ങനെ കുടിച്ചപ്പോഴ് ഭഗീരഥൻ ഈ മുനിയെ പ്രസാദിപ്പിച്ചിട്ട് ഗംഗയെ തിരിച്ചു തരാൻ ആവശ്യപ്പെടുക. അപ്പോഴും മുനിയുടെ ചെവിയിൽ നിന്ന് ഗംഗ ഒഴുകാൻ തുടങ്ങി. അതിനാലാണ് ജാഹ്നവി എന്ന് ഗംഗാദേവിക്ക് പേര് വന്നത്. ഇപ്പൊ ഇവിടെ സ്രോതസാമസ്മി ജാഹ്നവി എന്നാ പറയണേ. ഗംഗാനദിയെ പേരാണ് ജാഹ്നവി, ഗംഗാനദിയുടെ മറ്റൊരു പേരാ. മനുഷ്യനും ദേവഗണങ്ങളും അജ്ഞാനം കൊണ്ട് തങ്ങൾ പരമപുരുഷനായ ഭഗവാനിൽ നിന്നും ഭിന്നരാണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ അംശം തന്നെയാണ് എല്ലാവരും. അസുരനായാലും ദേവനായാലും അല്ലെ, ചെറിയ പ്രാണികളായാലും മരങ്ങളായാലും എല്ലാം. 30 പരബ്രഹ്മമാണ് ചരാചരങ്ങളുടെയെല്ലാം വിശ്രമസ്ഥാനമെന്ന് മുണ്ടകോപനിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യനും ദേവഗണങ്ങളും അജ്ഞാനം കൊണ്ട് തങ്ങൾ പരമപുരുഷനായ ഭഗവാനിൽ നിന്ന് ഭിന്നരാണെന്ന് വിചാരിക്കുന്നു. ഇനി 32ാമത്തെ ശ്ലോകം നോക്കാം. സർഗാണാമാദിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാവിദ്യാനാം വാദപ്രവദതാമഹം. സൃഷ്ടിയുടെ ആദിമധ്യ അവസാനങ്ങൾ ഞാൻ തന്നെ. അർജുന, ശാസ്ത്രങ്ങളിൽ അധ്യാത്മശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിൽ നിർണയ സത്യവുമാകുന്നു ഞാൻ. അപ്പൊ ഭഗവാൻ ആരൊക്കെയാണ്? സൃഷ്ടിയുടെ ആദി മധ്യം അവസാനം എല്ലാം ഭഗവാനാണ്. ശാസ്ത്രങ്ങളിൽ വെച്ച് അധ്യാത്മശാസ്ത്രം അത് ഭഗവാനാണ്. തർക്കശാസ്ത്രങ്ങളില് നിർണയ സത്യം ഭഗവാനാണ്. നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എല്ലാം ഭഗവാൻ തന്നെയാണ്. അത് പിന്നെ ഓരോന്നോരോ സൂചനകളായിട്ട് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഈ ലോകത്ത് ഒന്നും അറിയില്ല അല്ലെ. ഭഗവാനെ അറിയാം, നമ്മളെ അറിയാം. അധ്യാത്മവിദ്യ അതാണ്, അതും ഭഗവാൻ തന്നെയാണ്. അധ്യാത്മവിദ്യയും ഭഗവാൻ തന്നെയാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. വേദ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ 14 വിധമുണ്ട്.
4 വേദങ്ങൾ, അവയുടെ 6 അംഗങ്ങൾ, വേദാന്ത സൂത്രം, പുരാണങ്ങൾ എന്നിങ്ങനെ. ഇവയിൽ ആധ്യാത്മിക അല്ലെങ്കിൽ വേദാന്ത സൂത്രം ഭഗവാന്റെ പ്രതിനിധി തന്നെയാണ്. 33-ാമത്തെ ശ്ലോകം നോക്കാം. അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വ സാമാസികസ്യ ച അഹമേവാക്ഷയകാലോ ധാതാഹം വിശ്വതോ മുഖ. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വ സമാസവുമാണ് ഞാൻ. അനവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. ആരൊക്കെയാണ് ഭഗവാൻ എന്നാണ് പറയണത്. സംസ്കൃത അക്ഷരമാലയിൽ 1-ാമത്തെ അക്ഷരം അകാരം, അത് ഭഗവാനാണ്. അതിൽ നിന്നാ പിന്നെ എല്ലാം തുടങ്ങണത്, ബിൽഡപ്പ് ചെയ്ത് വരണത് അല്ലേ. അപ്പൊ അത് ഭഗവാനാണ്, ബേസ് ഭഗവാനാണ്. പിന്നെ ഏതാ സമാസം, ഈ സാഹിത്യത്തില് അല്ലെ, സമാസങ്ങളില് ദ്വന്ദ്വ സമാസം ഭഗവാനാണ്. ഒരിക്കലും നശിക്കാത്ത കാലം, അനവസാനമായ കാലം എന്ന് പറഞ്ഞാൽ ഈ കാലത്തിന് നാശമില്ല, ആ കാലം ഭഗവാനാണ്. അതുപോലെ സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവ്, അതും ഭഗവാനാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരാണ്. വിശ്വതോമുഖൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കണ്ണെത്തുക എന്നുള്ളതാണ്. സൃഷ്ടാക്കളില്, ജീവാത്മാക്കളിൽ ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മാവാണ് മുഖ്യൻ. അത് അദ്ദേഹം പരമപുരുഷനായ കൃഷ്ണന്റെ ഒരു പ്രതിനിധി തന്നെയാണ്. ഇനി 34-ാമത്തെ ശ്ലോകം നോക്കാം. മൃത്യു സർവഹരശ്ചാഹ മുദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തി ശ്രീർവാക്ച നാരീണാം സ്മൃതിർ മേധാധൃതി ക്ഷമാ. സർവസംഹാരിയായ മരണവും ഭാവിയുടെ ഉത്ഭവസ്ഥാനവും സ്ത്രീകളിൽ യശസ്, ഭാഗ്യം, സുന്ദരഭാഷണം, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ എന്നിവയും ഞാനാണ്. അപ്പോ സർവസംഹാരിയായിട്ടുള്ള മൃത്യു, അതും ഭഗവാനാണ്. ഭാവിയുടെ ഉത്ഭവസ്ഥാനം ഭഗവാനാണ്. പിന്നെയോ സ്ത്രീകളില് യശസ്, ഭാഗ്യം, സുന്ദരഭാഷണം, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ, ഇതൊക്കെയും ഭഗവാനാണ്. അതുപോലെ പുരുഷന്മാരിലുള്ള ക്വാളിറ്റീസ്, അതും ഭഗവാൻ തന്നെയാണ്. ഇപ്പൊ വീടിനെ സംരക്ഷിക്കുന്നത് സ്ത്രീയാണ് അല്ലെ. അംഗങ്ങൾക്കൊക്കെ സുഖം, സമാധാനം ഒക്കെ ഭൂമിയെ പോലെ സർവം സഹയാകുന്ന സ്ത്രീ എന്ന ചിന്ത, അതൊക്കെ, ആ ചിന്തയൊക്കെ ഇപ്പോഴും മാറിയല്ലേ. ഇന്നുള്ളവർക്ക് അതൊന്നും, ഇന്നുള്ള പെൺകുട്ടികൾക്ക് അതൊന്നും അംഗീകരിക്കാനാവില്ല. പക്ഷെ ഒരു സ്ത്രീയാണ് വീടിന്റെ വിളക്ക് അല്ലേ. ആ സ്ത്രീയുടെ കയ്യിലാണ് വീടിന്റെ യശസ് നിൽക്കുന്നത്. അതാ ഇവിടെ ഭഗവാൻ പറയണേ, ആ സ്ത്രീകളുടെ ഭാഗ്യം, സുന്ദര ഭാഷണം, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ, ഇതൊക്കെ ഞാനാണ് എന്ന് ഭഗവാൻ പറയണത്. 35-ാമത്തെ ശ്ലോകം. ബൃഹൽ സാമ തഥാ സാംനാം ഗായത്രി ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരാ. സാമ വേദങ്ങളിൽ, വേദസൂക്തങ്ങളിൽ ബൃഹൽ സാമവും, ഛന്ദസ്സുകളിൽ ഗായത്രി മന്ത്രവും, മാസങ്ങളിൽ മാർഗശീർഷവും, അതായത് നവംബർ, ഡിസംബർ മാസങ്ങളാണ്. ഋതുക്കളിൽ വസന്തവുമാണ് ഞാൻ. എന്താണ്, പുഷ്പങ്ങൾ വിരിയുന്ന ആ സമയാണ് അല്ലെ വസന്തകാലം. മാർഗശീർഷം എന്ന് പറഞ്ഞാൽ ധനുമാസമായിട്ട് വരും, ധനുമാസകാലം. സാമവേദ ഗാനങ്ങളില് പ്രധാനമായതാണ് ബൃഹൽ സാമം എന്ന് പറയുന്നത്. ഛന്ദസ്സുകളിൽ വെച്ച് ഗായത്രി മന്ത്രം, അത് ഭഗവാനാണ് എന്ന് പറഞ്ഞു. വിവിധ ദേവന്മാർ പാടിയ മനോഹര ഗീതങ്ങൾ നിറഞ്ഞതാണ് സാമവേദം. ഇവയിൽ ആകർഷകവും പാതിരാവിൽ പാടിയതുമായ ഒരു ഗീതമാണ് ബൃഹൽ സാമം. നിയമമന്ത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ഗായത്രി മന്ത്രം, ശബ്ദ അവതാരമായി ഈ ഗായത്രി മന്ത്രം അറിയപ്പെടുന്നു. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിയമമന്ത്രാണെന്ന് ഗായത്രി മന്ത്രം, അത് ഭഗവാനാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. 36-ാമത്തെ ശ്ലോകം. ദ്യൂതം ചലയതാമസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. വഞ്ചകരുടെ ചൂതുകളിയും തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു. ജയവും സതുദ്യമവും ശക്തരുടെ കരുത്തും ഞാൻ തന്നെ. അപ്പോ എന്താ പറയാ, കളവില് ചതിയില്ല എന്ന് പറയും അല്ലേ. അതുപോലെ ഈ വഞ്ചകരുണ്ട് വിചാരിക്ക, ചൂത് കളിച്ചിട്ട് മറ്റുള്ളവരെ വഞ്ചിച്ച് അല്ലേ ജയം നേടാൻ നോക്കും. അതില് വഞ്ചകരുടെ ചൂതുകളിയും ഭഗവാനാണത്രേ. ഭഗവാൻ ചോര അഗ്രഗണ്യനാ അല്ലേ.
ഭഗവാനെ വഞ്ചിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റില്ല. ഭഗവാൻ അതിലും വലിയ സൂത്രമൊക്കെ അറിയാം. ചോരാഗ്രഗണ്യനാ. അതാണ് പറയണേ. തേജസ്വികളുടെ തേജസ് അത് ഭഗവാനാണ്. ജയം, സതുദ്യമം, ശക്തരുടെ കരുത്ത്, ഇതൊക്കെ ഭഗവാനാണ്. വഞ്ചിച്ച് ജയിക്കുന്ന കളിയുണ്ട് അല്ലെ? അത് ഇപ്പൊ നല്ലതും ചീത്തയും ഒക്കെയും ഭഗവാനാണ് എന്ന് പറയാണ്. സാമർഥ്യം കൊണ്ട് ജയിക്കാം, അത് എങ്കിലും അത് ദോഷം ഉണ്ടാക്കുകയാണ് അല്ലെ? അങ്ങനെ സ്വയം മനസ്സിലാക്കണം. നമുക്ക് ഗാംബ്ലിംഗ് പാടില്ല എന്ന് നമ്മൾ യമനിയമങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് വിഭൂതി വേണം എന്ന് നമുക്ക് സ്വയം തെരഞ്ഞെടുക്കാൻ പറ്റും. ഈശ്വരനിലെ സമർപ്പണവും അധ്വാനശീലവും ഉണ്ടെങ്കിൽ എവിടെയും വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. 37ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുമ്പോ വൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയ മുനീനാമപ്യഹം വ്യാസ കവീനാമുശനാ കവി. വൃഷ്ണികുലത്തിൽ വാസുദേവനും പാണ്ഡവരിൽ അർജുനനും മുനികളിൽ വ്യാസനും ചിന്തകരിൽ ഉശനാ കവിയുമാണ് ഞാൻ. ഉശനാ കവി എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യരാ. വൃഷ്ണികുലത്തിൽ വാസുദേവൻ തന്നെ, ഭഗവാൻ കൃഷ്ണൻ തന്നെ. പാണ്ഡവരിലാണെങ്കിൽ അർജുനൻ ഭഗവാനാണ്. മുനികളിലോ വ്യാസദേവൻ, ചിന്തകരിലോ ശുക്ര ആചാര്യര്, അതെല്ലാം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയാണ്. അസുരന്മാരുടെ ഗുരു ഉർണശ് അഥവാ ശുക്രാചാര്യർ. ശൂരാചാര്യരല്ല, ശുക്രാചാര്യരാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ എന്താ, ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ബലരാമൻ ഉണ്ടായി. ആ ബലരാമനിൽ നിന്ന് പിന്നെ വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ ഉണ്ടായി. സംഘർഷണനിൽ നിന്ന് വീണ്ടും നാരായണൻ ഉണ്ടായ. വീണ്ടും വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ. നാരായണനിൽ നിന്നാണ് പിന്നെ കാരണോദകശായി വിഷ്ണു, പിന്നെ ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. 38ാമത്തെ ശ്ലോകം. ദണ്ഡോദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. നിയമരാഹിത്യങ്ങളെ അടിച്ചമർത്തുന്ന പദ്ധതികളിൽ ദണ്ഡം, അതായത് ശിക്ഷ, അത് ഭഗവാനാണ്. വിജയം കാക്ഷിക്കുന്നവരുടെ നീതി എന്നിവയും ഗോപ്യങ്ങളിൽ മൗനവും ജ്ഞാനികളുടെ ജ്ഞാനവും ഞാനാണ്. അപ്പൊ എന്തൊക്കെയാണ് ഭഗവാൻ ആയിട്ടുള്ളത്? മൗനം എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോ നമ്മളോടൊരു രഹസ്യം പറഞ്ഞു വിചാരിക്കാം, അത് അയാളുടെ സമ്മതമില്ലാതെ അത് വെളിപ്പെടുത്തരുത്, അതാണ് മൗനം. അതല്ലെങ്കിൽ വേറൊരു ആത്മീയമായിട്ട് ചിന്തിക്കാവുമ്പോ മൗനം എന്ന് പറഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ, ഭൗതിക വിഷയങ്ങളിലൊക്കെ മൗനിയാവുക, ആത്മീയ ഭഗവത് കാര്യങ്ങളൊക്കെ ധാരാളം സംസാരിക്കുക, ഭക്തന്മാരുമായിട്ട് വ്യവഹരിക്കുമ്പോൾ. അത് അങ്ങനെയും പറയാം മൗനം എന്നല്ല, ഒന്നും മിണ്ടാതിരിക്കാം എന്നല്ല. ആ മൗനം അത് ഭഗവാനാണ്. ജ്ഞാനികളുടെ ജ്ഞാനം അത് ഭഗവാനാണ്. വിജയം കാക്ഷിക്കുന്നവരുടെ നീതി അതും ഭഗവാനാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയാണ്. ഇനിയോ 39ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുമ്പോഴോ, യേച്ഛാഭി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനായൽസ്യാൻ മയാ ഭൂതം ചരാചരം. അല്ലയോ അർജുന, സർവഭൂതങ്ങളുടെയും ആദി ബീജമാണ് ഞാൻ. എന്നെ കൂടാതെ ചരാചരങ്ങളിൽ ഒന്നിനും നിലനിൽപ്പില്ല. എല്ലാത്തിൻ്റെയും ആദി ബീജം ഭഗവാനാണ്. ഭഗവാനെ കൂടാതെ ഒന്നിനും ഇവിടെ നിലനിൽപ്പില്ല. ഭഗവാൻ ചരാചരാത്മാവാണ്. ചരങ്ങളും അചരങ്ങളുമായ എല്ലാത്തിൻ്റെയും ആത്മാവ് അത് ഭഗവാനാണ്. ഭഗവാൻ പല പല വിഭൂതികൾ നമ്മൾക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ നമ്മൾ ഉദാഹരണം ഒരെണ്ണം പറയുകയാണെങ്കിൽ, സ്വർണം ഉരുക്കിയിട്ട് മാല, വള ഇതൊക്കെ ഉണ്ടാക്കും അല്ലെ? എല്ലാം സ്വർണം തന്നെയാണ്. ഓരോ പേര് പറഞ്ഞിങ്ങനെ വിളിക്കണു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം സ്വർണ്ണാണ്. അതുപോലെ നമ്മൾ വേറെ വേറെ ഓരോ പേരുകൾ പറഞ്ഞു വിളിക്കുന്നു. എല്ലാം ഭഗവാനാണ്. എല്ലാത്തിലും ഭഗവത് സാന്നിധ്യം നമുക്ക് അറിയാൻ കഴിയണം, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ഭഗവാനെ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് ഓരോന്നും പറഞ്ഞു തരുന്നത്. 40ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരം തപ
ഏഷ തുദ്ദേശത പ്രോക്തോ വിഭൂതേർ വിസ്തരോ മയാ. ശത്രുക്കളെ ജയിക്കുന്നവനെ, എന്റെ ദിവ്യ വിഭൂതികൾക്ക് അവസാനമില്ല. ഞാൻ പറഞ്ഞതാകട്ടെ എന്റെ അനന്തമായ വിഭൂതികളുടെ ഒരു സൂചന മാത്രമാണ്. എന്താ പറയണേ, പരന്തപ എന്നാ വിളിച്ചത് അല്ലെ? ശത്രുക്കളെ ജയിക്കുന്നവനെ എന്ന് അർജുനനെ വിളിച്ചു. ഈ എന്റെ ദിവ്യ വിഭൂതികൾക്ക് അവസാനം ഇല്ല, മുഴുവൻ പറയുകയാണെങ്കിൽ തീരില്ല, അത്രയ്ക്ക് അനന്തമാണ് എന്ന് ആദ്യമേ പറഞ്ഞു അല്ലെ? ഇപ്പൊ എന്താണ്? അനന്തമായ വിഭൂതികളുടെ ഒരു സൂചന മാത്രമാണ് ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ളത്. വിസ്തരിച്ച് പറയാൻ തുടങ്ങിയ അവസാനം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ എവിടെയും ഭഗവാനെ അനുഭവിക്കാൻ അറിയാൻ സാധിക്കണം. അതിനു വേണ്ടിയാണ് ഇത്രയും പറഞ്ഞു തന്നത്. 41-ാമത്തെ ശ്ലോകം. യദ് വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവാവഗച്ഛം ത്വം മമ തേജോംശ സംഭവ. ഹരേ കൃഷ്ണ. എങ്ങനെ ഭഗവാന്റെ വിഭൂതിയെ തിരിച്ചറിയാം? വ്യക്തിയുടെ പ്രവൃത്തി, സംസാരം ഒക്കെ ദൈവികതയുണ്ട് കാണുന്നുണ്ടെങ്കിൽ അതൊരു വിഭൂതിയാണ് എന്ന് നമ്മൾക്കറിയാം അല്ലെ? വിഭൂതിമത്തും സുന്ദരവും തേജസ്സുറ്റതുമായ ഏതൊരു സൃഷ്ടിയും എന്റെ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്ന് ഉത്ഭവിച്ചതു തന്നെ എന്ന് മനസ്സിലാക്കുക. അപ്പോ ഐശ്വര്യപൂർണമായത് എന്തുണ്ടോ, സൗന്ദര്യമേറിയത് എന്തുണ്ടോ, തേജസ്സും ഓജസ്സുമുള്ള സൃഷ്ടികൾ എന്തുണ്ടോ, അതെല്ലാം ഭഗവാന്റെ തന്നെ തേജസ്സിന്റെ ഒരു കണിക, ഒരു തന്മാത്ര, ഒരു വളരെ ചെറിയൊരു അംശം അതിൽ നിന്ന് ഉത്ഭവിച്ചത് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഭഗവാനെ അറിയാനുള്ള ആദ്യ പടിയായിട്ട് ഇതിനെ കാണണം നമ്മള്. ഓരോന്നും ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് കൂടുതലും പറഞ്ഞു തരുന്നത്. ഒരു ചെറിയ അംശമാണ് ഈ പ്രപഞ്ചം, ഭഗവാന്റെ ശക്തിയുടെ, അംശശക്തിയുടെ. ബാക്കി ഭാഗം സദാ ദിവ്യഭാവത്തില് കളങ്കമില്ലാതെ വർത്തിക്കുകയാണ് ചെയ്യണത്. നമ്മൾ കുറച്ചറിയാം, കൂടുതൽ അനുഭവിക്കുക, അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പരമസത്യത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് കൂടുതലൊന്നും അറിയേണ്ട കാര്യമില്ല. ഈ വിഭൂതി മാർഗം അത് സാധനയുടെ ആദ്യ പടിയാ. പിന്നെ മുന്നോട്ട് പോകണം, കുറച്ച് അറിയാം, കൂടുതൽ മനനം ചെയ്യാം. അപ്പൊ ഭഗവാനെ ഉള്ളിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നിത്യ ആനന്ദം നമുക്ക് ലഭിക്കും. അതിനുവേണ്ടിയാ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഇപ്പൊ 42-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. അല്ലയോ അർജുന, ഇനിയും വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തു വേണം? എന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. അപ്പൊ എന്താ പറയണേ? ഭഗവാന്റെ ഒരു ചെറിയ അംശം, ഒരു അംശശക്തിയാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ചിട്ട് അതിനെ നിലനിർത്തുന്നത് എന്ന്. ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് യൂണിവേഴ്സ് ആണ് അല്ലെ ഈ പ്രപഞ്ചത്തിലുള്ളത്. അതിനെയെല്ലാം അതതിന്റെ പൊസിഷനിൽ നിലനിർത്തി, അതിലെല്ലാം ഉൾപോകി, അതിനൊക്കെ ചൈതന്യവത്താക്കിക്കൊണ്ട് നിലനിർത്തുന്നത് ഭഗവാന്റെ ആ ശക്തിയുടെ ഒരു ചെറിയ അംശം മാത്രമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ ഭഗവാൻ എത്ര ശക്തനാണ് അല്ലെ? സർവശക്തനായിട്ടുള്ള ഭഗവാന്റെ ശക്തി അചിന്ത്യമാണ്. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല. ഒരു പിതാവ് തന്റെ സ്വത്ത് വിവരങ്ങള് പുത്രനോട് പറഞ്ഞു കൊടുക്കും, വെളിപ്പെടുത്തി കൊടുക്കും. അതുപോലെയാണ് ഭഗവാനെ കുറിച്ച് പറയാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ അല്ലെ? ഭഗവാനേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. എന്റെ അംശശക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചമാകെ നിൽക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ്. നമ്മളെ പോലുള്ള നമ്മള് പിതാമഹനായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഭഗവാന്റെ മക്കളാണ് അല്ലെ? അവരോട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാനെ കുറിച്ച് സ്വയമാണ് പറയാൻ സാധിക്കുള്ളൂ, മറ്റാർക്കും അതിന് യോഗ്യതയില്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെ പറഞ്ഞു തരികയാണ്. ഭഗവത് ശക്തിയുടെയും വിഭൂതികളുടെയും വിസ്തരണങ്ങളുടെയും വിവരണം പഠിച്ചാല് ശ്രീകൃഷ്ണന്റെ ആ സ്ഥാനം എന്താണ് എന്ന് നമുക്ക് പിന്നെ സംശയം ഉണ്ടാവില്ല. അങ്ങനെ പൂർണ്ണമായിട്ട് ഭഗവാനെ കുറിച്ച് ഗ്രഹിക്കുമ്പോഴാണ് നമുക്ക്
അദ്ദേഹത്തിന് മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. പരമാത്മാവിന്റെ രൂപത്തില് ഭഗവാൻ എങ്ങും വ്യാപിച്ചു നിൽക്കുകയാണ്. ഓരോ ചരാചരാത്മാവായിട്ടും നിൽക്കുന്നുണ്ട് അല്ലെ. ഓരോ ചരങ്ങളായും അചരങ്ങളായും ഉള്ളവയുടെയൊക്കെയും അന്തര്യാമിയായിട്ട് ഭഗവാനുണ്ട്. കൃഷ്ണന്റെ മഹാവിഭൂതിയിൽ നിന്നാണ് സൂര്യന് പോലും ഉഗ്ര തേജസ് ലഭിക്കണത്. അദ്ദേഹത്തിന്റെ ഒരു അംശം കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിന്നു പോരുന്നതും. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാധ്യനാണ് എന്ന്. എന്റെ തേജസ്സിന്റെ ഒരു കണികയാണ് ഈ മഹാപ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു തരാണ് നമുക്ക് അല്ലെ. അപ്പോ ഈ ഭഗവാന്റെ ആ വിഭൂതികള് ഒരു ചെറിയ സൂചനയാണ് നമുക്കിപ്പൊ തന്നത്. എണ്ണമറ്റതാണ് ഭഗവാന്റെ വിഭൂതികള്. ഈ പ്രപഞ്ചമെമ്പാടും ഭഗവാന്റെ ശക്തി ചൈതന്യമാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കണം. ഈ ചാപ്റ്റർ 42 ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത് വിഭൂതി യോഗത്തില്. അടുത്ത ചാപ്റ്ററില് ലൈഫ് പ്രസന്റേഷൻ ആണ്, ലൈഫ് ഷോ കാണിക്കുകയാണ് ഭഗവാൻ. അതായത് വിശ്വരൂപ ദർശനം, വിശ്വമാകെ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാന്റെ രൂപത്തിനെ അർജുനന് കാണിച്ചു കൊടുക്കുന്നതാണ്. ദുഃഖ സംയോഗ വിയോഗം, അതാ നമ്മളെല്ലാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതെന്താ? ഞാനല്ലാത്ത വസ്തുവിനെ ഞാനാണെന്ന് കരുതണ കാരനാണ് അല്ലേ നമുക്ക് ഈ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവണത്. ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം ആണ്. രാജാവായാലും ആരായാലും വരും. ഈ ജനി മൃതി ദുഃഖം ജരാനര എല്ലാം വരും അല്ലേ. പരീക്ഷിത്ത് രാജാവ്, നമുക്കറിയാം ഭാഗവത കഥ അല്ലേ. പരീക്ഷിത്ത് രാജാവിന്റെ മുമ്പിൽ മൃത്യു 7 ദിവസത്തിനകം സർപ്പദംശമേറ്റ് മരിക്കും എന്ന് ശാപം കിട്ടി. ഗംഗാതീരത്ത് വന്നു. എനിക്ക് സത്യം വേണം എന്നുള്ള ദാഹം അല്ലെ, ഭഗവാനെ കിട്ടണം എന്നുള്ള ആ ദാഹം വന്നു. 7 ദിവസമേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ദാഹം വന്നാല് ഉള്ളിലുണ്ടെങ്കില് ഗുരു തന്നെത്താൻ മുമ്പിൽ വന്നു ചേരും. ശുഗബ്രഹ്മർഷിക്ക് കത്തെഴുതി ഒന്നുമില്ല, ആരും പറഞ്ഞില്ല. ഒരു മുമുക്ഷു അവിടെ വന്നു, ഭഗവാനെ കുറിച്ച് അറിയാൻ വന്നു. ആചാര്യനും അവിടെ എത്തി അല്ലെ. അത് ഭഗവാന്റെ കൃപ. അങ്ങനെയുള്ളവരുടെ മുമ്പില്, ആ മഹാത്മാക്കളുടെ മുമ്പില് ആഗ്രഹം അനുസരിച്ച് ഗുരു മുമ്പിൽ വരും. ഗുരുവിനെ നമ്മൾ അന്വേഷിച്ചു പോകേണ്ടതില്ല. ഒടുവില് രാജാവിന് ഒരു മൃത്യുഭയവും ഇല്ലാതായി. 7 ദിവസം ഭാഗവതം കേട്ടു അല്ലെ. സിദ്ധോസ്മി അനുഗ്രഹീതോസ്മി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ദേഹം ഞാനല്ല എന്നുള്ള സിദ്ധി ഉണ്ടായി. ഞാൻ ആത്മസ്വരൂപമായ ശുദ്ധ ചൈതന്യമാണ്. രാജാവ് പറഞ്ഞു, ഞാൻ തൃപ്തനാണിപ്പോ, ശാന്തിയാണ് എന്റെ ഹൃദയത്തില്, പ്രശാന്ത അവസ്ഥയാണ്. ഇതാണ് യോഗം. കൃഷ്ണൻ അർജുനനെ യുദ്ധഭൂമിയിൽ വെച്ചിട്ടാ ഉപദേശിച്ചു കൊടുക്കണത് അല്ലേ. ഭഗവത്ഗീത, ഭഗവാന്റെ വാണി ഏകാന്തത്തില് ആകാമായിരുന്നു അല്ലേ. മഹാഭാരതത്തില് അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. കൃഷ്ണാർജുനന്മാര് തമാശ പറഞ്ഞിട്ട് ഗാണ്ഡവപ്രസ്ഥത്തിലിരിക്കുകയായിരുന്നു. ഏകാന്ത സ്ഥലമാണ്. അർജുനൻ ഒന്ന് ചോദിച്ചിരുന്നെങ്കില്, എനിക്ക് ആത്മജ്ഞാനം പറഞ്ഞു തരൂ കൃഷ്ണ എന്നൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കില് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ദുഃഖത്തിന് എങ്ങനെ അറുതി വരും ചോദിച്ചില്ല അല്ലേ. ഞാൻ പൃഷ്ടേ കസ്യതിജ് ഗുരുയ, ചോദിച്ചാലേ പറഞ്ഞു കൊടുക്കേണ്ടതുള്ളൂ, ചോദിച്ചില്ല. ഇനി മറ്റൊരു സന്ദർഭം, അർജുനൻ സന്യാസി വേഷത്തിൽ വരുന്നുണ്ട്, അപ്പോഴെങ്കിലും ചോദിക്കായിരുന്നു. അപ്പോഴോ എന്താ ചെയ്തേ? സുഭദ്രയെ കല്യാണം കഴിച്ചിട്ട് പോയി അല്ലേ. വിപരീത സന്ദർഭത്തിലാണ് ഇപ്പൊ ഇവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചാ ചോദിക്കണത്. ശാന്തി വേണം എന്ന് ഉള്ളില് തോന്നലുണ്ടാവണം. നല്ല ദാഹമുള്ളപ്പോൾ വെള്ളത്തിന് നല്ല രുചിയായിരിക്കും. അതുപോലെയാണ് ഇപ്പോഴാണ് ഈ ജ്ഞാനമൊക്കെ ഗ്രഹിക്കാനുള്ള സമയമായത് അർജുനന്. അതുപോലെ ദേവഹൂതി മാതാവ് മകൻ കപിലനോട് ചോദിക്കുന്നുണ്ട് അല്ലെ, യോഗസ്യ ലക്ഷണം വക്ഷ്യേ സബീജസ്യ നൃപാത്മജേ എന്ന് കപിലൻ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വന്തം മകനാണ്, പക്ഷേ ഭഗവത് അവതാരമാണ് അല്ലേ കപില മഹർഷി. അപ്പൊ എനിക്ക് ആത്മജ്ഞാനം പറഞ്ഞു തരൂ പുത്ര എന്ന് പറഞ്ഞപ്പോഴ് പറഞ്ഞു കൊടുക്കുകയാണ് അമ്മയ്ക്ക്. ചിത്തവൃത്തികളായിട്ടുള്ള ആ മനസ്സിന് ഏതെങ്കിലും ഒരു ആലംബം വേണം അല്ലേ. ഭഗവാന്റെ നാമം എന്നുള്ള ആ ഒരു ആലംബം വേണം. അല്ലെങ്കിൽ ചിത്തവൃത്തികൾ കുറയില്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്, നമ്മൾ പഠിച്ചു
അല്ലെ? ഇന്ദ്രിയങ്ങളെ അങ്ങനെ നിർബന്ധപൂർവം ഒന്നും നിയന്ത്രിച്ചു നിർത്താനാവില്ല. അവയ്ക്കൊരു ആലംബം വേണം, ഭഗവാൻ എന്നുള്ള ഒരു ആലംബം. ആ ആലംബനത്തിൽ കൊണ്ടുവന്നാൽ മാത്രാണ് ആ ചിത്തം അടങ്ങുള്ളൂ, ഇന്ദ്രിയങ്ങളൊക്കെ റെഗുലേറ്റഡ് ആവുള്ളൂ. അപ്പോ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ ഭഗവത് സേവന നിരതമാക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ഭഗവാൻ ഈ അധ്യായത്തിലെ ഓരോരോ വിഭൂതികള് ഓരോന്നും കാണുമ്പോള് നമുക്ക് തോന്നണം, സൂര്യനെ കാണുമ്പോ രാവിലെ സൂര്യൻ ഉദിക്കുന്നുണ്ട്, ആ സൂര്യപ്രകാശം വരാൻ തുടങ്ങുമ്പോഴ് ഭഗവാനെ ഓർക്കാൻ സാധിക്കണം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കുമ്പോഴ് ഭഗവാനെ ഓർക്കണം, അല്ലെ? അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഭഗവാന്റെ ഈ ഈ ചുറ്റുമുള്ള വിഭവങ്ങള് നമുക്ക് ഡെയിലി ആവശ്യമുള്ള നിത്യം നമ്മൾ ഉപയോഗിക്കുന്ന വായു, ജലം, അഗ്നി എല്ലാം ഭഗവാൻ ഇഷ്ടപ്രകാരം നമുക്ക് തന്നിരിക്കുക. മഴ, വെയില് ഇതൊക്കെ എല്ലാവർക്കും തുല്യമായിട്ട് വിതരണം ചെയ്യാണ്, അല്ലെ? അതൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തില് നിലനിന്നു പോരുന്നത്. അപ്പോൾ അതിനുള്ള കൃതജ്ഞത നമുക്ക് തിരിച്ചുണ്ടാവണം ഭഗവാനിലേക്ക്. എപ്പോഴും ഭഗവാനെ ഇരിക്കാൻ സ്മരിച്ച് ഇരിക്കാൻ വേണ്ടി സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഭൂതി യോഗങ്ങള്, വിഭൂതികള്, ഭഗവാന്റെ എല്ലാം വിഭൂതികളെ കുറിച്ച് സൂചന തന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ കാണുന്നത് എല്ലാം തന്നെ ഭഗവാനാണ്. നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാം തന്നെ ഭഗവാനാണ് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. കൃഷ്ണന്റെ മഹാവിഭൂതിയിൽ നിന്നുമാണ് സൂര്യന് പോലും ഉഗ്ര തേജസ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അംശം കൊണ്ടാണ് പ്രപഞ്ചം നിന്നു പോരുന്നത്. എന്റെ ചെറിയൊരു അംശം കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്നുള്ള ആ ഭഗവാനെ കുറിച്ചുള്ള സത്യം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും രഹസ്യമായിട്ടുള്ള സത്യം, അല്ലെ? അതീവ രഹസ്യമായ സത്യമാണ് നമുക്ക് ഇപ്പൊ പറഞ്ഞു തന്നത്. ഇപ്പൊ ദേവന്മാർക്കോ മഹർഷിമാർക്കോ പോലും ഭഗവാനെ അറിയാൻ കഴിയില്ല. അതുപോലെ ഭഗവത്ഗീതയുടെ സത്ത്, എസൻസ് എന്ന് പറയുന്ന ചതുശ്ലോകി ഗീത നമ്മൾ ഈ അധ്യായത്തിൽ കണ്ടു. എല്ലാറ്റിന്റെയും ഉറവിടം ഭഗവാനാണ്. എന്റെ ശുദ്ധഭക്തന്മാർ എപ്പോഴും ആനന്ദിക്കുന്നു. അതുപോലെ ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധി ഭഗവാൻ തന്നെ നൽകും അവർക്ക്. ഹൃദയത്തിലെ ജ്ഞാനദീപം തെളിയിച്ച് അജ്ഞാനമെല്ലാം അകറ്റുന്നുണ്ട് എന്നെല്ലാം 4 ശ്ലോകങ്ങളില് ഈ ഭഗവത്ഗീതയിലൂടെ പറയാൻ ഉദ്ദേശിച്ചതെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ അർജുനൻ എങ്ങനെയാണ് ഭഗവാനെ അംഗീകരിച്ചത് എന്നും ഭഗവാന്റെ വിഭൂതികളും എല്ലാം ഇവിടെ ഈ അധ്യായത്തിലൂടെ നമ്മൾ കണ്ടു. മനുഷ്യജന്മത്തിന്റെ പരിപൂർണത എന്താണ്, ധർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഭഗവത് പ്രാപ്തിക്കായിട്ട് പ്രയത്നിക്കണം നമ്മള്. അർജുനൻ എന്താ പറഞ്ഞേ? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും. അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്, പരമമായ ധാമമാണ്, പവിത്രമാണ്, നിരപേക്ഷ തത്വമാണ് അങ്ങ്, അഭൗതികമാണ്, ശാശ്വതനുമാണ് അങ്ങ്, അല്ലേ? അതാണ് അറിയേണ്ടതായിട്ടുള്ള ആ പരമസത്യം, അതങ്ങാണ് എന്ന് അർജുനൻ അംഗീകരിച്ച് ആദരിച്ചു കഴിഞ്ഞു. അതാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ കണ്ടത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാ. ചോദിക്കൂ. ചോദ്യങ്ങള് ഉത്തരങ്ങൾ എഴുതിയോ? ഒരു വായിക്കൂ. എല്ലാവരും നോട്ട് ചെയ്തോളൂ കേട്ടോ. ആരാ എഴുതിയ വെച്ചാ വായിക്കൂ. ശ്രീല പ്രഭുപാദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ ഏതാണ്? ഏതാ? അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെയാണ്. അതെ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ്, അദ്ദേഹം രചിച്ച പുസ്തകങ്ങളാണ്. അടുത്തത്, സാധനയ്ക്ക് മാറ്റുകൂടുന്നത് എപ്പോൾ? ഭക്തന്മാരോടൊപ്പം ഇരുന്ന്
ഭഗവത് ചരിതങ്ങൾ കേൾക്കുമ്പോൾ ഭക്തി സാധനയ്ക്ക് മാറ്റി കൂട്ടും. അതെ അതെ, എല്ലാവരും നോട്ട് ചെയ്തോളൂ ആൻസർ. ഒന്നുകൂടി പറയുവോ? പറയാം. ഭക്തന്മാരോടൊപ്പം ഇരുന്ന് ഭഗവത് ചരിതങ്ങൾ കേൾക്കുമ്പോൾ ഭക്തി സാധനകൾക്ക് മാറ്റുകൂടുന്നു. അടുത്തത് വായിച്ചോളൂ. 4 കുമാരന്മാരാരല്ല? ആരാ? സനകൻ, സനന്ദനൻ. സനന്ദനൻ, സനാനൻ, സനത്കുമാരൻ. അതെ. ബുദ്ധിയോഗം എന്നാൽ എന്താ അർത്ഥമാക്കുന്നത്? എന്താ? കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന യോഗം. അതെ. ബുദ്ധിയോഗം. വേറെ ആൻസർ എഴുതിയോ? ബുദ്ധിയോഗം എന്നാൽ എന്താണ് അത് അർത്ഥമാക്കുന്നത്? അതൊന്ന് പറയണം. ബോധത്തോടെ ചെയ്യുന്ന പ്രവർത്തനം. പ്രവർത്തനമാണ് എന്തെന്നാ? കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾ. കൃഷ്ണ അവബോധത്തോടെ ചെയ്യുന്ന പ്രവർത്തനം. വിഭൂതി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ തന്നെ ബുദ്ധിയോഗം വേറെ ഒന്നുകൂടി പറയണ്ടല്ലോ. ഭൗതിക ലോകത്തിലെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഉതകുന്ന പ്രക്രിയയാണ് ബുദ്ധിയോഗം. അതൊരു നല്ല സെന്റൻസ് ആണ്. പറയോ? ഭൗതിക ലോകത്തിലെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഉതകുന്ന പ്രക്രിയയാണ് ബുദ്ധിയോഗം. ഭൗതിക ലോകത്തിലെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഉതകുന്ന പ്രക്രിയയാണ് ബുദ്ധിയോഗം. അടുത്തത്. വിഭൂതി എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അത് 19-ത്തെ നോക്കിക്കോളൂ. ഇത് അവിടെ ഉണ്ട്. എല്ലാ ആവിഷ്കാരങ്ങളെയും തന്റെ വൈഭവ അതന്നെ ആ സെന്റൻസ് എഴുതിയാൽ മതി. എല്ലാവരും നോട്ട് ചെയ്തോളൂ. അടുത്ത ചോദ്യം. മാതാജി അതൊന്നും കൂടെ പറയുവോ? ഇതവിടെ സ്ക്രീനിൽ നോക്കൂ. ഇതവിടെ ഉണ്ട്. എല്ലാ ആവിഷ്കാരങ്ങളെയും നിയന്ത്രിച്ചു പോരുന്ന തന്റെ വൈഭവങ്ങളാണ് വിഭൂതി. ഏതാ ചോദ്യം? ഭഗവാന്റെ വിഭൂതികൾ. ഭഗവാന്റെ വിഭൂതികൾ കുറെ ശ്ലോകങ്ങളിലായിട്ടുണ്ട് അല്ലെ? വിഭൂതികളുടെ സൂചന തന്നത് ആദിത്യന്മാരിലെ വിഷ്ണു, കൂട്ടത്തിൽ വിഷ്ണു, ചന്ദ്രൻ, സാമവേദം, അതെ, ദേവന്മാരിൽ ഇന്ദ്രൻ, ജീവജാലങ്ങളിൽ ചേതന, ഇന്ദ്രിയങ്ങളിൽ മനസ്സ്, രുദ്രന്മാരിൽ ശിവൻ, കുറേയുണ്ട്. അഗ്നി, പർവ്വതങ്ങൾ, പിന്നെ പുരോഹിതന്മാരിൽ ബൃഹസ്പതി, സേനാധിപരിൽ കാർത്തികേയൻ, ജലാശയങ്ങളിൽ സമുദ്രം, മഹർഷികളിൽ ഭൃഗു, ഓങ്കാരം, പിന്നെ തിരുനാമജപം, ഹിമാലയം ഒക്കെയും ഭഗവാനാണ് അല്ലേ? ഇനിയുണ്ട് അശ്വത്ഥം, വൃക്ഷങ്ങളിൽ അശ്വത്ഥവും, ദേവർഷിമാരിൽ നാരദനും, ഗന്ധർവന്മാരിൽ ദേവതനും, യോഗസിദ്ധി നേടിയവരിൽ കപില മുനിയും ഞാനാണ്. പിന്നെയുണ്ട് അശ്വങ്ങളിൽ ഉച്ചൈശ്രവസ്, ആനകളിൽ ഐരാവതം, മനുഷ്യരിൽ രാജാവ്, വാഹനമായ ഐരാവതവും മനുഷ്യരിൽ രാജാവുമാണ് ഞാൻ.
ഇനിയുണ്ട്. ആയുധങ്ങളിൽ വജ്രം, പശുക്കളിൽ സുരഭി. വജ്രവും പശുക്കളിൽ സുരഭിയും ജനനഹേതുക്കളിൽ കാമദേവനും സർപ്പങ്ങളിൽ വസുകയും. ആ ഇനിയോ അനന്തൻ ഭഗവാനാണ്. നാഗങ്ങളിൽ അനന്തൻ, ജലജീവികളിൽ വരുണൻ, പിതൃക്കളിൽ തര്യമാവ്, ശിക്ഷകരിൽ മൃത്യുദേവനായ യമൻ. ഒക്കെയും ഭഗവാനാണ്. ദൈത്യന്മാരിലോ പ്രഹ്ലാദൻ. ദൈത്യന്മാരിൽ ഭക്തപ്രഹ്ലാദൻ, കീഴ്പ്പെടുത്തുന്നവയിൽ കാലം, വന്യമൃഗങ്ങളിൽ സിംഹം, പക്ഷികളിൽ ഗരുഡൻ. കാറ്റ് ഭഗവാനാണ്. ശുദ്ധീകരിക്കുന്നവരിൽ കാറ്റ്. ആയുധങ്ങളിൽ ഉപയോഗിക്കുന്നവരിൽ രാമൻ, മത്സ്യങ്ങളിൽ ശ്രാവ്, ഒഴുകുന്ന നദികളിൽ ഗംഗ. പിന്നെ സൃഷ്ടിയുടെ ആദിയും മധ്യവും അവസാനവും ഒക്കെയും ഭഗവാനാണ്. ശാസ്ത്രങ്ങളിൽ അധ്യാത്മശാസ്ത്രം, തർക്കശാസ്ത്രങ്ങളിൽ നിർണയ സത്യം, ഇതൊക്കെയും ഭഗവാനാണ്. അകാരം, അക്ഷരങ്ങളിൽ അകാരം, ദ്വന്ദ്വ സമാസം, അവസാനിക്കാത്ത അനന്തമായ കാലം ഭഗവാനാണ്. ബ്രഹ്മാവ് ഭഗവാനാണ്. പിന്നെയോ എല്ലാത്തിൻ്റെയും സർവസംഹാരിയായ മൃത്യു ഭഗവാനാ. പിന്നെ സ്ത്രീകളിലെ ഗുണങ്ങള് ഭഗവാനാ. അതുപോലെ പുരുഷന്മാരിലുള്ള ഗുണങ്ങളും ഭഗവാൻ തന്നെയാണ്. പിന്നെയോ ബൃഹൽ സാമം, ഗായത്രി മന്ത്രം, അല്ലെ, മാർഗശീർഷ മാസം, വസന്തകാലം ഒക്കെയും ഭഗവാനാണ്. പിന്നെയോ ലാസ്റ്റ് എന്താ പറയണേ? വഞ്ചകരുടെ തേജസ്സും ജയവും സതുദ്യമവും ശക്തന്മാരുടെ ശക്തി ഒക്കെയും ഭഗവാനാണ്. വൃഷ്ണികുലത്തില് വാസുദേവനാണ്. പാണ്ഡവരിൽ അർജുനനാണ്. ചിന്തകരിൽ ശുക്രാചാര്യരെ ഉശനാകവി. ദണ്ഡം, നിയമരാഹിത്യത്തില് ദണ്ഡം ഭഗവാനാണ്. നീതി ഭഗവാനാണ്. മൗനം, ജ്ഞാനം എല്ലാം ഭഗവാനാണ്. സർവ ബീജങ്ങളുടെയും ആദിബീജം ഭഗവാനാണ്. ചരാചരങ്ങളിൽ ഒന്നിനും നിലനിൽപ്പില്ല. കൊറേ ഉണ്ട് എഴുതാനല്ലേ. അങ്ങനെ അവസാനം ഇല്ല പറയാൻ. ചെയ്ത് കുറച്ചൊരു സൂചന മാത്രാണ് ഇത്രയും തന്നത്. ഇനി ചോദ്യമുണ്ടോ? ഇല്ല മാതാജി വജ്രായുധം ആരുടെ, ഏത് മഹർഷിയുടെ നട്ടലുണ്ടെന്നൊന്ന് പറയുമോ? ദധീജി മഹർഷിയുടെ. ദധീജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് കഥ വേണോ? കഥ പറയാം മാതാജി. കഥ പറയൂ മാതാജി. ഹരേ കൃഷ്ണ. നെന്മേനി ഇല്ലത്തെ നെന്മേനി ഉണ്ണിയുടെ കഥ അറിയാമോ എല്ലാവർക്കും? ഗുരുവായൂരില്. അറിഞ്ഞൂടാ മാതാജി, അറിയിച്ചാലും മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നെന്മേനി ഇല്ലത്തെ ഉണ്ണിയുടെ കഥ പറയാം. എല്ലാവർക്കും സുപരിചിതമായ കഥയാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഉണ്ണി പൂജ ചെയ്തപ്പോ അതല്ലേ? അതെ, അറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ? ഇല്ല, അതെ, എന്നാലും പറഞ്ഞോളൂ. എന്നാലും പറയാം. അപ്പോ അന്നൊക്കെ ഇതുപോലെ 6 മാസമാകുമ്പോ നറുക്കിട്ടെടുക്കണ സിസ്റ്റം ഒന്നുമില്ല. മേൽശാന്തി ഒന്നേ ഉള്ളൂ. നെന്മേനി ഇല്ലത്തെ തിരുമേനിയാ. കുറച്ച് പ്രായമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് കഥകൾ പല രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഗുരുവായൂരപ്പൻ സിനിമയിൽ വേറൊരു വിധത്തിലായിരിക്കും, നമ്മൾ പറയാൻ പോണത് വേറെ ഒരു വിധത്തിലായിരിക്കാം. അപ്പോഴ് അങ്ങനെ ഈ മേൽശാന്തിക്ക് പാടില്ലാണ്ട് വന്നു. അസുഖം ആയി, കുളിക്കാൻ പറ്റണില്ല, പനി അങ്ങനൊക്കെ. അപ്പോഴ് മേൽശാന്തി മകൻ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പൂജകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഉപനയനമൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട്, 10 വയസ്സുണ്ട്. അങ്ങനെ ആ മകന്
മകനെ ശാന്തിക്ക് പറഞ്ഞയക്കുകയാണ്. മോനെ, അച്ഛന് സുഖമില്ല, അത് കാരണം കുറച്ച് ദിവസം നീ വേണം പൂജയൊക്കെ ചെയ്യാം. അപ്പൊ അച്ഛന്റെ കൂടെ ചെന്നിട്ട് എല്ലാ പൂജകളും വശാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കുട്ടി അവിടെ ചെന്നു, ഉണ്ണി ചെന്നിട്ട് പൂജകൾ തുടങ്ങി. അങ്ങനെ ഭഗവാന് നൈവേദ്യമൊക്കെ സമർപ്പിക്കണ വേളയില് ഭഗവാന് വെക്കണതൊന്നും ഭഗവാൻ എടുക്കണില്ല. അപ്പൊ ഇതെന്താ ഭഗവാൻ എടുക്കാത്തെ? എന്റെ പൂജ പോരാഞ്ഞിട്ടാ, എനിക്ക് ശരിയായിട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടെ എന്നൊക്കെ ഈ കുട്ടിക്ക് ഇങ്ങനെ സംശയമാവുകയാണ്. അതോ ഞാൻ ഉണ്ടാക്കണ നൈവേദ്യത്തിനൊന്നും രുചി പോരെ എന്നൊക്കെ ഇങ്ങനെ തോന്നുകയാണ്. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. ഈ കുട്ടി ആകെ വിഷണ്ണനായിട്ടാണ് പൂജകൾ ചെയ്യുന്നത്. അപ്പൊ തന്നെ കൊണ്ട് പറ്റണ പരമാവധി ഭംഗിയിലാ ചെയ്യാൻ നോക്കുന്നതെല്ലാം. എന്നിട്ടും ഭഗവാന് സന്തോഷമില്ലല്ലോ എന്ന് ഓർത്തിട്ട് വലിയ സങ്കടമായി. അങ്ങനെ ഒരു ദിവസം, 3-ാമത്തെ ദിവസം നൈവേദ്യമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് ഈ കുട്ടി പറഞ്ഞു, ഭഗവാനെ, എത്ര ദിവസമായി കഴിച്ചിട്ട്, ഇന്നെങ്കിലും കഴിക്കണം. ഇങ്ങനെ കഴിക്കാതിരുന്നാല് ക്ഷീണിച്ചു പോവില്ലേ? അത് അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ എന്നെയല്ലേ കുറ്റം പറയാ? എന്റെ പൂജ ഇഷ്ടായിട്ടില്ലേ? അതോ ഇനി വിഭവങ്ങളൊന്നും മതിയാവാണ്ടാണോ, ടേസ്റ്റ് ഇല്ലാണ്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി കരയാൻ തുടങ്ങി. അപ്പോഴ് മേശാന്തി കരയാൻ തുടങ്ങിയപ്പോ ഉണ്ണിയാണെന്നുള്ള ധാരണയൊന്നും ഇല്ല കേട്ടോ. ഭഗവാൻ ബാലഗോപാലനായിട്ട് അല്ലേ. അപ്പോ ഈ കുട്ടിക്കും ഈ മേശാന്തി എന്നാ ഭഗവാൻ പറയാ. മേശാന്തിക്കും 10 വയസ്സേ ഉള്ളൂ എന്ന് വെച്ചാലും മേശാന്തി കണക്കാക്കണത് ഒരു 6-7 വയസ്സുള്ള ഉണ്ണിയായിട്ടാ ഭഗവാനെ കണക്കാക്കിയിട്ട് പറയണത്. ഭഗവാൻ എന്തേ പായസം ഒന്നും കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ്. അങ്ങനെ ഈ ഭക്തന്റെ ആ ആത്മാർത്ഥത അല്ലെ, ആ സ്നേഹത്തോടെയുള്ള ആ പരിചരണം കണ്ടിട്ട് ഭഗവാന് സഹിച്ചില്ല. ഭഗവാൻ എന്താ ചെയ്തേ? ഭഗവാൻ വെറും ഒരു കല്ലല്ല അല്ലെ, ഭഗവാൻ ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെ ഭഗവാൻ ഇവിടുന്ന് ആ മൂർത്തിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് താഴോട്ടിരുന്നു. എന്നിട്ട് അത് ഒരു സ്വർണ്ണ പാത്രം എടുത്തിട്ട് അതില് 1/4 ഭാഗം മാറ്റി വെച്ചു. ഇത് അങ്ങേക്കാണ് കേട്ടോ, ഇത് മേശാന്തി തിരുമേനിക്കാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് തിരുമേനിക്കുള്ളത് മാറ്റി വെച്ചു. അങ്ങും കഴിക്കൂ എന്ന് പറഞ്ഞു. അങ്ങും കഴിച്ചോളൂ, നമുക്ക് കഴിക്കാം. ഓ, തിരുമേനിക്കുട്ടിക്ക് ഉണ്ണിക്ക് വലിയ സന്തോഷായി. എന്റെ നൈവേദ്യ സമർപ്പണമൊക്കെ ഭഗവാൻ നല്ലോണം ഇഷ്ടപ്പെട്ടുല്ലോ, കഴിക്കാൻ തുടങ്ങിയിരിക്കണു. സന്തോഷായി. 2 പേരും അവിടെ ഇരുന്ന് കഴിച്ചു. ഭഗവാനാണെങ്കിലോ ആ വലിയ ഉരുളിയിലത്തെ ആഹാരമൊക്കെ മുഴുവനും കഴിച്ചു. ഭഗവാനും കഴിച്ചു. കുട്ടിക്കായിട്ട്, കുട്ടി എന്നല്ല പറയണേ, മേശാന്തി കഴിക്കൂ എന്നാ പറയണേ, അങ്ങ് തിരുമേനി കഴിക്കൂ എന്നാ ഭഗവാൻ പറയണേ. അങ്ങനെ ആ തിരുമേനിയും അതെടുത്തിട്ട് കഴിച്ചു. അങ്ങനെ പാത്രം പുറത്തേക്ക് വെക്കുമ്പോ എന്താ, കാലി പാത്ര പുറത്തേക്ക് വെക്കണേ അല്ലേ. അങ്ങനെ 1 ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ എല്ലാ നേരവും 3 നേരവും ഭഗവാന് പന്തീരടി പൂജയ്ക്ക് വെച്ചതും അതെ, അത്താഴ പൂജയ്ക്ക് വെച്ചതും അതെ, നൈവേദ്യം കൊടുത്തതും അതെ, രാവിലെ മുതല് അവിലും മലരും തൊട്ട് എല്ലാം ഭഗവാൻ കഴിക്കാൻ തുടങ്ങി. എല്ലാം കാലിപാത്രങ്ങളാ പുറത്തേക്ക് വരണേ. അങ്ങനെ കണ്ടപ്പോ ഇല്ലത്തേക്ക് കംപ്ലൈന്റ് പോയി. അവിടേക്ക് പറഞ്ഞു, തിരുമേനി ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കണേ. എല്ലാം അകത്തിരുന്നിട്ട് ഉണ്ണി കഴിക്കുകയാണ്, കാലിപാത്രാണ് പുറത്തേക്ക് ഇടണത്. അപ്പോഴ് അദ്ദേഹത്തിന് മനസ്സിലായി, എന്റെ മകൻ ഇത്രയൊന്നും കഴിക്കില്ല. അന്ന് കാലത്ത് ആ ക്ഷേത്രത്തിനകത്ത് മുയല്, മാന്, കുരങ്ങ് എല്ലാം ഉണ്ടായിരുന്നു. അന്നൊന്നും ഇത്ര തിരക്കുള്ള അന്തരീക്ഷം അല്ലായിരുന്നു. അപ്പോഴ് അവിടെ എല്ലാ തരം മൃഗങ്ങളും ഉണ്ട്. അപ്പൊ അവൻ എത്രത്തോളം കഴിക്കും എന്നുള്ളത്, ഉണ്ണി എത്രത്തോളം കഴിക്കും എന്നുള്ളത് അച്ഛൻ തിരുമേനിക്ക് അറിയാം. അത്രയൊന്നും കഴിക്കില്ല എന്റെ മകൻ. അത് ചിലപ്പോ അവൻ വികൃതിയാണ്, മാനുകൾക്കോ മുയലുകൾക്കോ ഒക്കെ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും, അതാണ് എന്ന് വിചാരിച്ചു. അങ്ങനെ കംപ്ലൈന്റുകൾ അധികം വരാൻ തുടങ്ങിയപ്പോ, കാരണം എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അന്നത്തെ കാലത്തൊക്കെ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെയൊക്കെ ആഹാരം ഈ നിവേദ്യം കിട്ടിയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ആ നൈവേദ്യം വീട്ടിലും കൊണ്ടുപോകും, ആ വീട്ടിലുള്ളവരും ഒക്കെ അത് കഴിച്ചിട്ടാണ് ജീവിച്ചുകൊണ്ട് വന്നത്. അപ്പൊ അത് അവർക്ക് മുടങ്ങിയ അവര് പട്ടിണിയാവും. അങ്ങനെയാണ് അവർ ഈ കംപ്ലൈന്റ് പറയണത്. അങ്ങനെ തിരുമേനി വിചാരിച്ചു, നാളെ അസുഖം മാറിയില്ലെങ്കിലും വേണ്ടില്ല, 2 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ പോയിട്ട് തന്നെ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വരികയാണ്. വന്നപ്പോഴും
ഇതുപോലെ എന്നെ കംപ്ലൈന്റുകളാ വരണേ. അപ്പോഴാണ് വേഗം ഒരു വടി എടുത്തിട്ട് നിനക്ക് വികൃതി കുറച്ച് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ ഓങ്ങാണ്. അപ്പോഴാണ് ശ്രീലകത്തുനിന്ന് ആ വാതിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തുറന്നിട്ട് ഒരു ഇടി വെട്ടണ ഒച്ചയിലാണ് ഉണ്ണിയെ തല്ലണ്ട, ഉണ്ണിയെ തല്ലരുത് എന്നാണ്. ഞാനാണ് കഴിച്ചത് എന്ന് പറയാണ്. ആ തിരുമേനി, ആ മേശാന്തി ആ ഉണ്ണിയുടെ കാൽക്കൽ അങ്ങോട്ട് വീണു. തന്റെ മകനാണെന്നല്ല, അത്ര ഉത്തമ ഭക്തനായിട്ടുള്ള ആള്. ഞാൻ ഇത്രയും കൊല്ലം ഭഗവാനെ പൂജിച്ചു, നൈവേദ്യം സമർപ്പിച്ചു, ഇതുവരെ എനിക്ക് ഭഗവാനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. അപ്പൊ എന്റെ മകനായിട്ടുള്ള ഈ ഉണ്ണി നമ്പൂതിരി, എത്ര വാസുദേവൻ തന്നെയാണ് ആ ഉണ്ണി നമ്പൂതിരിയുടെ പേരായിരുന്നെന്നാ പറയുന്നത്. ആ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചുവല്ലോ എന്ന് കാൽക്കല് വീഴാണ്. അങ്ങനെ എത്ര എത്ര അനുഭവ കഥകള് ഗുരുവായൂരിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അപ്പൊ ശുദ്ധഭക്തർക്ക് ഭഗവാനെ ഇന്നും പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും എന്നാ പറയണേ. നമ്മുടെയും ഒക്കെ മുന്നിൽ ചിലപ്പോഴ് ഭഗവാൻ പല പല വേഷത്തിലും രൂപത്തിലും ഒക്കെ വരുന്നുണ്ടാവാം. നമ്മളത് പിടിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടാവില്ല. എപ്പോഴും ഇപ്പോ മഞ്ഞപ്പട്ട് ചുറ്റി, മയിൽപ്പീലി ചൂടി, വനമാല ചാർത്തി അങ്ങനെയുള്ള രൂപത്തിൽ തന്നെ വന്നോളണമെന്നില്ല അല്ലേ. പല രൂപത്തിലാവാം, പല ഭാവത്തിലാവാം നമ്മുടെയും മുമ്പിൽ ഭഗവാൻ വരുന്നുണ്ടാവാം. നമ്മളത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാ നമുക്ക് മനസ്സിലാവുക ആ ഭഗവാന്റെ ആ അനുഭവം, ഭഗവാനെ അനുഭവിച്ച് നമുക്ക് അറിയാൻ സാധിക്കണം. അങ്ങനെയുള്ള തലത്തിലേക്ക് നമ്മൾ എത്തണം, ശുദ്ധഭക്തരുടെ തലത്തിലേക്ക്. അതാണ് ഓരോ കഥകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഹരേ കൃഷ്ണ. കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു മാതാജി. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. ഒന്നും ഹരേ കൃഷ്ണ ചോദിക്കാനില്ല. മാതാജി. ആ പറയൂ. മാതാജി, തലയിൽ പീലി ചൂടുന്നതിന്റെ ഒരു കഥയുണ്ടല്ലോ, അതൊന്നും ഒരിക്കൽ പറഞ്ഞായിരുന്നേ. ആ അത് പീലി ചൂടുന്നതിന്റെ രഹസ്യം അല്ലേ? അതല്ലേ? ആ, അതൊരിക്കൽ പറഞ്ഞു. അതെ അതെ. ആ അത് രാധാറാണിയുമായിട്ട് ബന്ധപ്പെട്ടതാ. രാധാറാണിയുടെ കഥ ഒരു ദിവസം പറയാട്ടോ. ഓ, താങ്ക് യു മാതാജി. ഉം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നാളെ കാണാം അല്ലേ? എല്ലാവർക്കും നന്ദി. ഓ. ഹരേ കൃഷ്ണ.